ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇലക്ട്രിക്കൽ ക്വസ്റ്റ്യൻ ബാങ്ക് സീരീസ് 60 ആണ്. അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ, സബ് എഞ്ചിനീയർ, പമ്പ് ഓപ്പറേറ്റർ, അതുപോലെ IT ലെവലിലുള്ള എക്സാംസ്, ഡിപ്ലോമ ലെവലിലെ എക്സാം, എല്ലാ എക്സാംസിനും യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, നമ്മൾ ഇതിൻ്റെ എല്ലാം ഓൺലൈൻ കോച്ചിങ് കൊടുക്കുന്നുണ്ട്. ടെലഗ്രാമിലാണ് നമ്മുടെ കോച്ചിങ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയുള്ളവർ കോൺടാക്ട് ചെയ്യാം. അതോടൊപ്പം തന്നെ ഡെയിലി നമ്മൾ അക്കാഡമി ലൈവായിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷനും ഉണ്ട്. ഓക്കെ, അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. ഓക്കെ, നാളത്തെ നമുക്ക് 2 ക്ലാസ്സിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിലിടാം. നമ്മളിപ്പോൾ JEE ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, എല്ലാവരും ലൈവ് വരാൻ നോക്കുക. അതുപോലെ തന്നെ നമ്മുടെ അസിസ്റ്റൻറ്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ്, അസിസ്റ്റൻറ്റ് എഞ്ചിനീയർ PWD, അതുപോലെ അസിസ്റ്റൻറ്റ് മാനേജർ ടൈറ്റാനിയം, ഈ 3 എക്സാംസും ഒറ്റ എക്സാമായി നടത്താനുള്ള ഒരു തീരുമാനം ഉടനെ വരും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഉടനെ എക്സാം നവംബർ or ഡിസംബർ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ പഠിച്ചു തുടങ്ങാത്തവർ നല്ലപോലെ പഠിച്ചു തുടങ്ങാം. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ് നോക്കാം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നടത്തിയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, പവർ ഡെസിപ്പേഷൻ ഇൻ എ റെസിസ്റ്റീവ് ലോഡ് വുഡ് ബി. പവർ ഡെസിപ്പേഷൻ ഇൻ എ റെസിസ്റ്റീവ് ലോഡ് വുഡ് ബി. RI² ആണോ, IR ആണോ, I² R² ആണോ? നൺ ഓഫ് ദീസ്. ഇറ്റ് ഈസ് എന്താണ് റെസിസ്റ്റീവ് ലോഡ് ആകുമ്പം I² R. അടുത്ത ക്വസ്റ്റ്യൻ, ഈ 4 റെസിസ്റ്റേഴ്സ് ഈച്ച് ഹാവിംഗ് വാല്യൂ ഓഫ് R കണക്റ്റഡ് ഇൻ പാരലൽ, ദെൻ ഓവറോൾ വാല്യൂ ഓഫ് ദി കോമ്പിനേഷൻ വിൽ ബി. 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. അവരുടെ ഇതെന്ന് പറയുന്നത് ഈച്ച് ഹാവിംഗ് വാല്യൂ എന്ന് പറയുന്നത് R തന്നെയാണ്. പാരലായിട്ട് കണക്ട് ചെയ്യുകയാണ്. അങ്ങനെയാണെങ്കിൽ ഓവറോൾ കോമ്പിനേഷൻ എന്താണ് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഫോർ പാരലൽ സർക്യൂട്ടിൽ ഇഫ് R ഈസ് ഈച്ച് വാല്യൂ ഓഫ് റെസിസ്റ്റർ R ആണെങ്കിൽ ദ എഫക്റ്റീവ് വാല്യൂ ഓഫ് കോമ്പിനേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഇസ് R/N ആണ് അല്ലേ. ഇവിടെ N എന്ന് പറയുമ്പോൾ എത്രയുണ്ട്? എത്ര റെസിസ്റ്റർ ഉണ്ട്? 4 റെസിസ്റ്റേഴ്സ് ഉണ്ട്. ദാറ്റ് ഇസ് R/4. ഓക്കെ, നമ്മുടെ ആൻസർ വന്നിട്ട് എന്താണ്? ഇറ്റ് ഇസ് ഓപ്ഷൻ D ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, പ്യുവർ ഇൻഡക്റ്റീവ് ലോഡിൽ കറണ്ട് ലാഗ് വോൾട്ടേജ് ബൈ 180 ഡിഗ്രി, കറണ്ട് ബൈ 180 ഡിഗ്രി, കറണ്ട് ലാഗ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി, വോൾട്ടേജ് ലാഗ് കറണ്ട് ബൈ 90 ഡിഗ്രി. പ്യുവർ ഇൻഡക്റ്റീവ് ലോഡാണ്. ഇൻഡക്റ്റീവ് ലോഡിൽ ഓപ്ഷൻ C ആണ്. എന്താണ്? കറണ്ട് ലാഗ് വോൾട്ടേജ് ബൈ 90 ഡിഗ്രി. അടുത്ത നാലാമത്തെ ക്വസ്റ്റ്യൻ, 2 കപ്പാസിറ്റേഴ്സ് C1 ആൻഡ് C2 ആർ കണക്റ്റഡ് ഇൻ പാരലൽ. പാരലാണെങ്കിൽ ഇങ്ങനെ വരും, 2 കപ്പാസിറ്റേഴ്സ് പാരലാണെങ്കിൽ നമ്മുടെ സീരീസ് കോമ്പിനേഷൻ വരും അല്ലേ. C = C1 + C2. When 2 resistors are connected in series, they have 2 resistors സീരീസിൽ കണക്ട് ചെയ്യുന്നത്. They have same resistance value, same voltage across them, same current passing through them, different resistance value. This option B, same voltage across them. അടുത്ത ആറാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു Kirchhoff voltage law, the algebraic sum of all IR drops and EMF in any closed loop of a network is always 0, positive, negative, greater than unity. It is option A, 0. അടുത്ത ഏഴാമത്തെ ക്വസ്റ്റ്യൻ, ചെക്ക്ഡ് വിത്ത് ആൻ ഓമീറ്റർ ആൻഡ് ഓപ്പൺ റെസിസ്റ്റർ റീഡ്സ്. ഒരു ഓമീറ്റർ ചെക്ക് ചെയ്യാണ്, റെസിസ്റ്റർ ഓപ്പൺ റെസിസ്റ്റർ റീഡ്സ് ഇൻഫിനിറ്റി 0, ലോ ബട്ട് നോട്ട് 0, ഹൈ ബട്ട് നോട്ട് ഇൻഫിനിറ്റി. ഇറ്റ് ഈസ് ഓപ്ഷൻ എ, ഇൻഫിനിറ്റി. അടുത്ത എട്ടാമത്തെ ക്വസ്റ്റ്യൻ, RMS വാല്യൂ ഓഫ് എ സൈനസോയ്ഡൽ AC കറണ്ട് ഈസ് ഈക്വൽ ടു വാല്യൂ അറ്റ് ആൻ ആംഗിൾ ഓഫ് ഡാഷ് ഡിഗ്രി. RMS വാല്യൂ ഓഫ് സൈനസോയ്ഡൽ AC കറണ്ട് ഈസ് ഈക്വൽ ടു ദ വാല്യൂ അറ്റ് ആൻ ആംഗിൾ ഓഫ് എത്ര ഡിഗ്രിയാണ്? 60, 45, 30, 90. ഇറ്റ് ഈസ് ഓപ്ഷൻ ബി, 45 ഡിഗ്രി. അടുത്ത ഒൻപതാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ സീരീസ് സർക്യൂട്ട് വിത്ത് R ഈസ് ഈക്വൽ ടു 10 ohm, XL ഈക്വൽ ടു 25 watt ആൻഡ് XC ഈക്വൽ ടു 35 watt, carrying effective current of 5 ampere, then power dissipated is dash watt. ഓക്കെ, പവർ ഡിസിപ്പേറ്റഡ്, പവർ ഈക്വൽ ടു എന്താണ്? I² R വെച്ച് നമുക്ക് കണ്ടുപിടിക്കാം. I ഉണ്ട്, R ഉണ്ട്. സോൾവ് ചെയ്തൊക്കെ നമ്മുടെ ആൻസർ വന്നിട്ട് ഓപ്ഷൻ A ആണ് വരുന്നത്. 250√2 വരും. അടുത്ത പത്താമത്തെ ക്വസ്റ്റ്യൻ, ദ ടൈം കോൺസ്റ്റന്റ് ഓഫ് എൻ RC സർക്യൂട്ട് ഈസ് ഡിഫൈൻഡ് ആസ് ദ ടൈം ഡ്യൂറിംഗ് വിച്ച് കപ്പാസിറ്റർ ചാർജിങ് കറണ്ട് ബിക്കംസ് ഡാഷ് പെർസെൻറ്റേജ് ഓഫ് ഇറ്റ്സ് ഡാഷ് വാല്യൂ. എത്ര പെർസെൻറ്റേജ് ആണ്? ബിക്കം 37% ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ആണ് വരുന്നത്. ഓക്കെ, ടൈം കോൺസ്റ്റന്റ് ഓഫ് എൻ RC സർക്യൂട്ട് എന്ന് പറയുന്നത് ഈസ് ഡിഫൈൻഡ് ആസ് ദി ടൈം ഡ്യൂറിംഗ് വിച്ച് കപ്പാസിറ്റർ ചാർജിങ് കറണ്ട് എന്ന് പറയുന്നത് ബിക്കം 37% ഓഫ് ഇറ്റ്സ് ഇനീഷ്യൽ വാല്യൂ ആണ്. അടുത്ത 11ാമത്തെ ക്വസ്റ്റ്യൻ, ട്യൂണിംഗ് സർക്യൂട്ട്സ് ആർ ദ പ്രിൻസിപ്പിൾ ഓഫ് റെസൊണൻസ് ആണ്. റെസൊണൻസ്. അടുത്ത 12ാമത്തെ ക്വസ്റ്റ്യൻ, എ 22 cm ലോങ് സോളിനോയിഡ് ഹാവിംഗ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് 100 തന്നിട്ടുണ്ട്. കൺസിസ്റ്റ് ഓഫ് കോർ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ 4 cm². ഹാഫ് പോർഷൻ ഓഫ് ദി കോർ കൺസിസ്റ്റ് ഓഫ് എയർ ആൻഡ് അതർ ഹാഫ് ഈസ് മെയ്ഡ് ഓഫ് അയൺ ഓഫ് റിലേറ്റീവ് പെർമിബിലിറ്റി 500. സെൽഫ് ഇൻഡക്റ്റൻസ് കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമുക്ക് എയറും ഉണ്ട്, ഹാഫ് പോർഷൻ എയറും ആണ്, ഹാഫ് പോർഷൻ എന്താണ്? അയണും ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് കണ്ടുപിടിക്കാം. നമ്മുടെ ഇക്വേഷൻ നമുക്കറിയാം, എല്ലിൻ്റെ ഇക്വേഷൻ L ഈക്വൽ ടു μ0 n² A/L. ഓക്കെ, ഫോർ എയറിൻ്റെ കേസ് നമുക്ക് നോക്കാം. ഏരിയ എന്നിട്ടുണ്ട് എത്രയാണ്? ഏരിയ എന്ന് പറഞ്ഞാൽ 4 cm² ആണ്. ഓക്കെ, അതുപോലെ തന്നെ ലെങ്ത് എന്നിട്ടുണ്ട്. ലെങ്ത് എത്രയാണ്? ലെങ്ത് ഇറ്റ് ഈസ് 22 cm ലെങ്ത് എന്നിട്ടുണ്ട്. N എന്നിട്ടുണ്ട് എത്രയാണ്? N എന്ന് പറയുന്നത് എത്രയാണ്? ടേൺസ് എന്ന് പറഞ്ഞാൽ 100 ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ടുപിടിച്ച് നോക്കാം.
ഇത് എയറിൻ്റെ കേസിൽ. അതുപോലെ തന്നെ നമ്മുടെ അയണിൻ്റെ കേസിലാണെങ്കിലോ, അയണിൻ്റെ കേസിലാണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ ഇങ്ങനെ വരും, എൽ അയൺ ഈക്വൽ ടു മ്യൂ സീറോ എന്തും കൂടെ വരും, മ്യൂ ആറും കൂടെ വരും അല്ലേ, മ്യൂ സീറോ മ്യൂ ആർ എൻ സ്ക്വയർ എ ബൈ എൽ. ഓക്കെ, ഹിയർ മ്യൂ ആർ എന്ന് പറയുന്നത് എത്രയാണ്, 500 ആണ്. ഇപ്പോൾ ടോട്ടൽ നമ്മുടെ സെൽഫ് ഇൻഡക്റ്റൻസ് എൽ ഐ എന്ന് പറയുന്നത് സോൾവ് ചെയ്ത് നോക്കാം. എങ്ങനെ വരും, എൽ ഐ ഈക്വൽ ടു നമ്മുടെ ഇക്വേഷൻ വന്നിട്ട് മ്യൂ സീറോ എൻ സ്ക്വയർ എ, രണ്ടും കൂടെ ആഡ് ചെയ്താൽ മതി. ഓക്കെ, എൻ സ്ക്വയർ എ ഡിവൈഡഡ് കോമൺ എടുക്കുക, ഡിവൈഡ് ബൈ എന്താണ് മ്യൂ ആർ വൺ ബൈ 2 പ്ലസ് മ്യൂ ആർ ടു ബൈ 2. ഓക്കെ, സോൾവ് ചെയ്ത് നോക്കുക. എന്താണ് മ്യൂ സീറോയുടെ വാല്യൂ എന്ന് പറഞ്ഞാൽ 4 പൈ ഇൻറ്റു 10⁻⁻⁷. എൻ എന്ന് വെച്ചാൽ 100 ആണ്. 100 സ്ക്വയർ ഇൻറ്റു ഏരിയ എത്രയാണ്, സെൻറ്റിമീറ്റർ സ്ക്വയറിനെ മീറ്റർ സ്ക്വയറിലോട്ട് ആക്കുക. ദറ്റ് ഇസ് 4 ഇൻറ്റു 10⁻⁻⁴ ഡിവൈഡ് ബൈ എൽ എന്ന് വെച്ചാൽ എന്താണ് 22 സെൻറ്റിമീറ്റർ ആണ്. അതിനെ മീറ്ററിലോട്ട് ആക്കുക. 22 ഇൻറ്റു 10⁻⁻². മ്യൂ ആർ വൺ ഫസ്റ്റ് കേസിൽ മ്യൂ ആർ വൺ 1 ആണ്. അപ്പോൾ 1/2 പ്ലസ് രണ്ടാമത്തെ കേസിൽ എന്താണ് 500 ആണ്. 500/2 സോൾവ് ചെയ്ത് നോക്കുക. ഡയറക്റ്റ് ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. സോൾവ് ചെയ്ത് നമ്മുടെ ആൻസർ വന്നിട്ട് 0.057 ഹെൻറി കിട്ടും. എല്ലാവരും ചെയ്ത് നോക്കുക കേട്ടോ. ഫോർമുലാസൊക്കെ ഞാൻ എഴുതിയിട്ടുണ്ട്, ഒന്ന് ചെയ്ത് നോക്കൂ. അടുത്ത 13ാമത്തെ ക്വസ്റ്റ്യൻ, ദ റെസിസ്റ്റൻസ് ഓഫ് എ പാരലൽ സർക്യൂട്ട് കൺസിസ്റ്റിംഗ് ഓഫ് 2 റെസിസ്റ്റേഴ്സ് ഈ 6 ohm. When one of the resistor is removed, the effective resistance becomes 9 ohm. The resistance of the removed wire is the resistance of a parallel circuit consisting of 2 resistors. R equivalent തന്നിട്ടുണ്ട് 6 ohm ആണ്. One of the resistance remove ആയി, effective resistance become 9 ohm ആയി. അങ്ങനെ resistance of the removed wire resistance എത്രയാണ് ചോദിച്ചിട്ടുള്ളത്. എത്രയാണ് നമുക്ക് എന്താണ് രണ്ട് റെസിസ്റ്റൻസിൻ്റെ 2 resistors 6 ohm തന്നിട്ടുണ്ട്. ദാറ്റ് ഇസ് എന്താണ് R1 R2 ഡിവൈഡ് ബൈ R1 പ്ലസ് R2 എന്ന് പറയുന്നത് എത്രയാണ്, 6 ohm ആണ്. ഓക്കെ, 6 ohm അല്ല, എന്താണ് മീൻ വൺ ഓഫ് ദി റെസിസ്റ്റൻസ് ഇസ് റിമൂവ് ദ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിക്കം 9 ohm. ഓക്കെ, ഒരു റെസിസ്റ്റൻസ് റിമൂവ് ആയി, അങ്ങനെയാണെങ്കിൽ എഫക്റ്റീവ് റെസിസ്റ്റൻസ് ബിക്കം 9 ohm ആയി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. വൺ ഓഫ് ദി റെസിസ്റ്റൻസ് R1ൻ്റെ വാല്യൂ വന്നിട്ടുണ്ട് 9 ohm ആണ്. ഓക്കെ, അപ്പം R1 അല്ല, എഫക്റ്റീവ് റെസിസ്റ്റൻസ് വാല്യൂ വന്നിട്ടുണ്ട് 9 ohm ആണ്. ഓക്കെ, അപ്പോൾ സോൾവ് ചെയ്ത് നോക്കൂ. ഒരു വാല്യൂ വന്നിട്ടുണ്ട് 6 എന്ന്. അപ്പോൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു, ഒരു R1 വന്നിട്ടുണ്ട്. അല്ലെങ്കിൽ സോൾവ് ചെയ്ത് R2 നമുക്ക് കണ്ടുപിടിക്കാമല്ലോ, ചെയ്ത് നോക്കാം കേട്ടോ. ഇറ്റ് ഈസ് ഓപ്ഷൻ ഡി 18 ohm കിട്ടും. അടുത്ത 14ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് തിയറം ഈസ് ആപ്ലിക്കബിൾ ഫോർ ബോത്ത് ലീനിയർ ആൻഡ് നോൺ ലീനിയർ സർക്യൂട്ട്സിൽ ആപ്ലിക്കബിൾ ആയിട്ടുള്ളത് ഏതാണ്, ലീനിയറും നോൺ ലീനിയറും ആണ്. നോർട്ടൺസ് ആണോ, തെവനിൻ ആണോ, സൂപ്പർ പൊസിഷൻ ആണോ, ഏതാണ്? ഇറ്റ് ഇസ് നൺ ഓഫ് ദി എബോ. ലീനിയർ നോൺ ലീനിയർ സർക്യൂട്ട്സ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഏത് തിയറോ ആയിരിക്കും ഒന്ന് കമൻറ്റ് ചെയ്യാമോ, ലീനിയറും നോൺ ലീനിയറും. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് ആൻ ഐഡിയൽ വോൾട്ടേജ് സോഴ്സ്. ഐഡിയൽ വോൾട്ടേജ് സോഴ്സ് ഏതാണ്? വോൾട്ടേജ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കറണ്ട് ആണോ, കറണ്ട് ഇൻഡിപെൻഡൻറ്റ് ഓഫ് വോൾട്ടേജ് ആണോ, വോൾട്ടേജ് ഡിപ്പെൻഡ് അപ്പോൺ കറണ്ട് ആണോ, കറണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ വോൾട്ടേജ് ആണോ? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ആണ്, വോൾട്ടേജ് ഇൻഡിപെൻഡൻറ്റ് ഓഫ് കറണ്ട് ആണ്. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ, ദ 3 റെസിസ്റ്റൻസ് ഈച്ച് ഓഫ് വാല്യൂ 9 ohm ആർ കണക്റ്റഡ് ഇൻ ഡെൽറ്റ. ദ ഇക്വലൻറ്റ് സ്റ്റാർ അറേഞ്ച്മെൻറ്റ് വിൽ ഹാവ് ഈച്ച് റെസിസ്റ്റൻസ് ഓഫ് വാല്യൂസ്. ഓക്കെ, ഇപ്പോൾ നമുക്കിവിടെ ഡെൽറ്റ ടു സ്റ്റാർ കൺവേർഷനാണ് കണ്ടുപിടിക്കാനുള്ളത്. ഈക്വൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് തന്നിട്ടുണ്ട്. അപ്പോൾ ഈക്വൽ വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് നമുക്ക് കാണാനുള്ള ഫോമുല എന്താണ്, R/3 ചെയ്താൽ മതി. ദാറ്റ് ഇസ് എന്താണ് R സ്റ്റാർ എന്ന് പറയുന്നത് R/3 ചെയ്താൽ മതി. ദാറ്റ് ഇസ് R എന്ന് പറഞ്ഞാൽ എന്താണ് 9/3 വിച്ച് ഇസ് 3 ohm കിട്ടും. അടുത്ത 17ാമത്തെ ക്വസ്റ്റ്യൻ, ഇൻ ആൻ എ സി സർക്യൂട്ട് ഇഫ് വോൾട്ടേജ് V ഈക്വൽ ടു A+dB ആൻഡ് കറണ്ട് I ഈക്വൽ ടു C+JD then the പവർ എന്ന് പറയുമ്പോൾ എന്തൊക്കെയാ, പവർ ഈക്വൽ ടു VI. ഓക്കെ, അപ്പോൾ നമുക്ക് സോൾവ് ചെയ്യുമ്പോൾ VI തന്നിട്ടുണ്ട്. അപ്പോൾ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, AC പ്ലസ് ബിയുമായി ഇൻറ്റു ചെയ്യുമ്പോൾ AC പ്ലസ് BD എന്ന് കിട്ടും. ഓക്കെ, ഇറ്റ് ഓപ്ഷൻ ബി ആണ് വരുന്നത്. അടുത്ത 18ാമത്തെ ക്വസ്റ്റ്യൻ, സൈൻ വേവ് A ഹാസ് എ പോസിറ്റീവ് ഗോയിങ് 0 ക്രോസിംഗ് അറ്റ് 30 ഡിഗ്രി. ഇപ്പോൾ സൈൻ വേവ് B ഹാസ് എ പോസിറ്റീവ് ഗോയിങ് 0 ക്രോസിംഗ് അറ്റ് 45 ഡിഗ്രി. വാട്ട് ഈസ് ദ ഫേസ് ആംഗിൾ ബിറ്റ്വീൻ 2 സിഗ്നൽസ്? ഇപ്പോൾ ഇവിടെ A ഹാവിങ് പോസിറ്റീവ് ഗോയിങ് 0 ക്രോസിംഗ് അറ്റ് 30 ഡിഗ്രി ആണ്. B ഹാസ് പോസിറ്റീവ് ഗോയിങ് 0 ക്രോസിംഗ് അറ്റ് 45 ഡിഗ്രി. ഫേസ് ആംഗിൾ കാണാൻ വേണ്ടി, രണ്ട് സിഗ്നൽസിൻ്റെ ഫേസ് ആംഗിൾ കാണാൻ വേണ്ടി രണ്ടോട് മൈനസ് ചെയ്ത് 45 - 30 വിച്ച് ഇസ് 15 ഡിഗ്രി കിട്ടും. അടുത്ത 19ാമത്തെ ക്വസ്റ്റ്യൻ, ഇസ് സെർട്ടൻ സീരീസ് RC സർക്യൂട്ട് VR ഈസ് 8 volt, VC ഈക്വൽ ടു 6 volt. വാട്ട് ഈസ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി ടോട്ടൽ വോൾട്ടേജ്? അപ്പോൾ മാഗ്നിറ്റ്യൂഡ് കാണാൻ വേണ്ടി എന്ത് ചെയ്താൽ അത് മാഗ്നിറ്റ്യൂഡ് ഈക്വൽ ടു √VR² പ്ലസ് VC² ചെയ്താൽ മതി. ദാറ്റ് ഇസ് 8² + 6² 100. ദാറ്റ് ഇസ് റൂട്ട് എടുക്കുമ്പോൾ 10 കിട്ടും. അടുത്ത ക്വസ്റ്റ്യൻ, ഫോർ എ സെർട്ടൻ ലോഡ് ദ ട്രൂ പവർ ഈസ് 100 watt ആൻഡ് ദ റിയാക്റ്റീവ് പവർ ഈസ് 100 VAR. വാട്ട് ഈസ് ദ അപ്പാരൻറ്റ് പവർ? അപ്പാരൻറ്റ് പവർ കണ്ടുപിടിക്കാൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പാരൻറ്റ് പവർ ഈക്വൽ ടു എന്താണ്
ട്രൂ പവർ ദി ഹോൾ സ്ക്വയർ പ്ലസ് റിയാക്റ്റീവ് പവർ ദി ഹോൾ സ്ക്വയർ. ദാറ്റ് ഇസ് 100 സ്ക്വയർ പ്ലസ് 100 സ്ക്വയർ സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? ആൻസർ വന്നിട്ട് ഓപ്ഷൻ എ 141.4 വോൾട്ട് കിട്ടും. ദ ഡയമെൻഷൻസ് ഓഫ് പവർ, പവറിൻ്റെ ഡയമെൻഷൻ എന്ന് പറയുമ്പോൾ ml²T⁻³ ഓക്കെ, ഡയമെൻഷൻസ് ഓഫ് പവർ. അടുത്ത ക്വസ്റ്റ്യൻ 22ാമത്തെ ക്വസ്റ്റ്യൻ. എ റെസിസ്റ്റൻസ് ഈസ് കണക്റ്റഡ് ഇൻ സീരീസ് വിത്ത് ആൻ ഇൻഡക്റ്റീവ് കോയിൽ. ദ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ആൻഡ് ദ വോൾട്ടേജ് അപ്ലൈഡ് വോൾട്ടേജ് ഈസ് increases with increase in supply frequency, remain constant, decrease with increase in frequency, none of the above. റെസിസ്റ്റൻസ് ആണ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട് ഇൻഡക്റ്റീവ് കോയിലിൽ. അങ്ങനെയാണെങ്കിൽ ഫേസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദ കറണ്ട് ആൻഡ് അപ്ലൈഡ് വോൾട്ടേജ് എന്ന് പറയുന്നത് എത്രയാണ്? എങ്ങനെയാണ്? ഇറ്റ് ഇസ് ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സപ്ലൈ ഫ്രീക്വൻസി, അല്ല ഇൻക്രീസസ് വിത്ത് ഇൻക്രീസ് ഇൻ സപ്ലൈ ഫ്രീക്വൻസി ആണ്. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട് XL എന്ന് പറയുമ്പോൾ 2πfL ആണ്. ഫ്രീക്വൻസി കൂടുമ്പോൾ XLും ഇൻക്രീസ് ആവും. അടുത്ത ക്വസ്റ്റ്യൻ. വെൽ ഡ്രോയിങ് ദ ഫേസ് ഡയഗ്രാം ഓഫ് എ പാരലൽ സർക്യൂട്ട് വിച്ച് വൺ ഈസ് ടേക്കൺ ആസ് എ റെഫറൻസ്. അപ്പോൾ നമ്മുടെ പാരലൽ സർക്യൂട്ടിൽ നമ്മൾ ഏതായിരിക്കും റെഫറൻസ് ആയിട്ട് എടുക്കാനുള്ളത്? കറണ്ടാണ് എടുക്കാനുള്ളത്. സീരീസ് സർക്യൂട്ടിലാണെങ്കിൽ വോൾട്ടേജ് നമ്മൾ റെഫറൻസ് ആയിട്ട് എടുക്കണം. അടുത്ത 24ാമത്തെ ക്വസ്റ്റ്യൻ. ദ എനർജി സ്റ്റോർഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ. എനർജി സ്റ്റോർഡ് ഇൻ എ മാഗ്നറ്റിക് ഫീൽഡ് ഈസ് ഗിവൺ ബൈ എന്താണ്? ഇറ്റ് ഈസ് ഓപ്ഷൻ എ ½ Li². അടുത്ത 25ാമത്തെ ക്വസ്റ്റ്യൻ. എ 22 cm ലോങ് സോളിനോഡ് ഹാവിങ് ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ് എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. കൺസിസ്റ്റിംഗ് ഓഫ് കോർ ഓഫ് ക്രോസ് സെക്ഷണൽ ഏരിയ 4 cm². ഹാഫ് പോർഷൻ ഓഫ് ദി കോർ കൺസിസ്റ്റ് ഓഫ് എയറും അതുപോലെ ഹാഫ് പോർഷൻ ഈസ് മെയ്ഡ് ഓഫ് അയൺ. ഓഫ് റിലേറ്റീവ് പെർമിറ്റിവിറ്റി 500 ആണ്. സെൽഫ് ഇൻഡക്റ്റൻസ് ഓഫ് ദി സോളിനോയിഡ്. നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചത് നമ്മൾ റിപ്പീറ്റഡ് ക്വസ്റ്റൻ ആണ്. അപ്പോൾ നിങ്ങൾ ഒന്നുകൂടെ ഒന്ന് ചെയ്ത് നോക്കൂ. ആൻസർ വന്നിട്ട് എത്രയാണ് നമുക്ക് നേരത്തെ കിട്ടിയത്? സെയിം ക്വസ്റ്റൻ ഒന്ന് റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഓക്കെ, നമ്മുടെ ആൻസർ വന്നിട്ട് എത്രയാണ് നമുക്ക് കിട്ടിയത്? ഇറ്റ് ഈസ് 0.057 ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, ഓപ്ഷൻ ബി ആണ്. ചെയ്ത് നോക്കൂ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ 25 ക്വസ്റ്റ്യൻസ്. ഓക്കെ, ബാക്കി ക്വസ്റ്റ്യൻസ് നമുക്ക് നാളെ നോക്കാം. ഓക്കെ, താങ്ക് യു.